അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബികൾ, ആ സഹാബികളെ പറ്റി ഇവർ കള്ളം പറയുന്നത് അവരുടെ മുഖപത്രമായ അൽമനാറിൽ എഴുതിയ കളവ് ഞാൻ എടുത്ത് കാണിച്ചു, കേൾപ്പിച്ചു. ആ സലഫി മിണ്ടിയില്ല. അതൊന്ന് കേൾപ്പിച്ചു കൊടുക്കുമോ? എന്നിട്ട് വീണ്ടും സഹാബികളെ പറ്റി പറയാണ്. രണ്ട് കാരണങ്ങളാണ് ഇസ്രായേലി കഥകൾ മുസ്ലിങ്ങളിൽ പ്രചരിക്കാൻ ഇടവരുത്തിയത്. ഇസ്ലാമിന്റെ ആരംഭ ദശയിൽ നബിയുടെ വിയോഗശേഷം പള്ളിയിൽ വെച്ച് കഥ പറയുന്ന ഒരു പുതിയ സമ്പ്രദായം ആരംഭിച്ചു. ഹസ്രത്ത് ഉമറിന്റെ അവസാന കാലത്തു തന്നെ ഇത് തുടങ്ങി വെച്ചിരുന്നു. എന്നാൽ ഉസ്മാൻ അവറുകളുടെ കാലം മുതൽക്കാണ് സർവപ്രചാരം സിദ്ധിച്ചത്. രാഷ്ട്രീയ കലഹങ്ങൾ ആരംഭിച്ചതോടെ ഇത്തരം കഥാപ്രാസംഗികന്മാരെ പാർട്ടി പ്രവർത്തനത്തിനുള്ള ഒരു ആയുധം കൂടിയാക്കി. അവർക്ക് പല പാർട്ടികളും വേതനം നൽകുകയും ചെയ്തു. സഹാബികൾ ചെയ്ത പണിയാ പറയുന്നത്. തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. സഹാബിയാണ്, തമീമുദ്ദാരിയാണ് ഈ പ്രസ്ഥാനത്തിന്റെ സ്ഥാപകൻ. അദ്ദേഹം ജനങ്ങൾക്ക് ഉപദേശം നൽകട്ടെ എന്ന് ഉമറിനോട് സമ്മതം ചോദിച്ചു. ഉമർ അനുവദിച്ചില്ല. അങ്ങനെ ഖിലാഫത്തിന്റെ അവസാനത്തിൽ ഉമർ പുറപ്പെടുന്നതിന് മുമ്പ് വെള്ളിയാഴ്ച പ്രസംഗിക്കുവാൻ അനുവാദം നൽകി. ഉസ്മാന്റെ കാലത്ത് ആഴ്ചയിൽ 2 പ്രാവശ്യം പ്രസംഗിക്കുന്നതിന് അനുമതി കൊടുത്തു. പള്ളിയിൽ നിന്ന് കെട്ടുകഥ പ്രചരിപ്പിക്കാൻ വേണ്ടി പള്ളിയിൽ അനുമതി കൊടുത്തു ഉമർ ഇബ്നുൽ ഖത്താബ്. അവസാനം ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ 2 തവണ ആഴ്ചയിൽ കെട്ടുകഥ പ്രചരിപ്പിക്കാൻ അവസരം കൊടുത്തു. എന്നിട്ട് കെട്ടുകഥ സഹാബികൾ പ്രചരിപ്പിച്ചു. അലി ഇബ്നു അബീ താലിബ് അവരെ ആട്ടി ഓടിച്ചു. ഇത് പറഞ്ഞിട്ട് ഇനിയും കേട്ടോളൂ, ലോകത്തുള്ള എല്ലാ തഫ്സീർ ഗ്രന്ഥങ്ങളെയും തള്ളാൻ വേണ്ടി പറയുന്ന വാചകം കേട്ടോളൂ. എന്നാൽ മൂന്നാമത്തെ ദേഹമായ കഅബുൽ അഹ്ബാറിൽ നിന്നാണ് ഇസ്രായേലി കഥകൾ ഏറ്റവും അധികം പ്രചരിപ്പിച്ചിരിക്കുന്നത്. ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായ ഹസ്രത്ത് ഇബ്നു അബ്ബാസും മുഹദ്ദിസുകളിൽ 1ാം സ്ഥാനം അർഹിക്കുന്ന ഹസ്രത്ത് അബൂ ഹുറൈറയുമാണ് കഅബിൽ നിന്ന് ഏറ്റവും അധികം റിപ്പോർട്ട് ചെയ്തതെന്ന് വരുമ്പോൾ ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ എത്രമാത്രം പ്രചരിച്ചിട്ടുണ്ടാവുമെന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. ഖുർആൻ വ്യാഖ്യാതാക്കളെ നേതാവായ ഇബ്നു അബ്ബാസും ഹദീസ് പണ്ഡിതനായ സഹാബിയായ അബൂ ഹുറൈറയും കഅബിന്റെ റിപ്പോർട്ടാണ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചതിന്റെ പിന്നിൽ ഈ സഹാബികളാണെന്ന് പറഞ്ഞിട്ട് പിന്നെയും പറയുന്നത് കേട്ടോളൂ. അബ്ദുല്ലാഹി ഇബ്നു സലാമിനാലും വളരെയധികം ഇസ്രായേലി പുരാണേതിഹാസങ്ങൾ ഇസ്ലാമിൽ പ്രവേശിക്കുവാൻ ഇടയായിട്ടുണ്ട്. സാധാരണ തഫ്സീർ ഗ്രന്ഥങ്ങളിൽ കാണുന്ന ലോകോൽപത്തിയുടെ റിപ്പോർട്ട് അദ്ദേഹത്തിന്റെ വകയാണ്. അള്ളാഹു ഞായറാഴ്ചയാണ് പ്രപഞ്ചത്തെ സൃഷ്ടിക്കാൻ തുടങ്ങിയത് എന്ന് തുടങ്ങുന്ന ഹദീസ് വളരെയേറെ തഫ്സീറുകളിൽ സ്ഥലം പിടിച്ചിട്ടുണ്ട്. ഈ 4 പേരെ മാത്രം ഇവിടെ ഉദാഹരണത്തിനു കാണിച്ചതാണ്. സഹാബികൾ കള്ളക്കഥ പ്രചരിപ്പിച്ചിട്ടുണ്ടെന്ന് മുജാഹിദിന്റെ മുഖപത്രമായ അൽമനാർ 1959 ഒക്ടോബർ 5-ാം തീയതിയിൽ രേഖപ്പെടുത്തുന്നു. സഹാബികളെ കള്ളന്മാരാക്കി ചിത്രീകരിച്ച ഈ മുജാഹിദുകളാ പറയുന്നത് ഞങ്ങള് ഔലിയാക്കളെ തള്ളുന്നു എന്ന് പറയുന്നത് വെറുതെ കളവാണെന്ന് പച്ചക്കള്ളം മൗലൈമാര് കുടുങ്ങിയിട്ട് പറയുകയാണ്. സഹോദരന്മാരെ, സഹാബികളിൽപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു സലാം റളിയല്ലാഹു അൻഹു, തമീമുദ്ദാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സഹാബികൾ പരിശുദ്ധ ഇസ്ലാമിൽ കെട്ടുകഥ പ്രചരിപ്പിച്ചുവെന്നാണ് മുജാഹിദിന്റെ അൽമനാറിൽ. നിങ്ങൾ മനസ്സിലാക്കണം, ഞാനിത് എടുത്തുദ്ധരിച്ചിട്ട് ഒന്നുകിൽ ഞങ്ങൾ എങ്ങനെ എഴുതിയിട്ടുണ്ടെന്നോ ഇല്ലെന്നോ ഇതുവരെയും സലഫി അതിനെക്കുറിച്ച് മിണ്ടിയിട്ടില്ല. മുസ്ലിമീങ്ങൾ മനസ്സിലാക്കണം, സഹാബികളെ കുറിച്ച് ഈ രൂപത്തിൽ കള്ളം പറയുന്ന ഈ കക്ഷികൾ പേരോടിനെ കുറിച്ച് കള്ളം പറയുന്നതിൽ അത്ഭുതപ്പെടാനുണ്ടോ? മുഹീദ്ദീൻ ശൈഖ് റളിയല്ലാഹു അൻഹു കാഫിറാക്കി കള്ളം പറഞ്ഞ കക്ഷികൾക്ക് എന്നെ കുറിച്ച് പറയലൊരു പ്രശ്നമാണോ?